ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്ന റെസിപ്പിയാണ് കൊഴുക്കട്ട. അത് നല്ല സോഫ്റ്റായിട്ടും നല്ല പൊട്ടിപ്പോകാത്ത രീതിയിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഓശാനയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമ്മളിതിനു മുമ്പ് നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ട മോൾഡിലൊക്കെ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയാണ്. ഒട്ടും തരിയില്ലാത്ത നല്ല നൈസായിട്ടുള്ള വറുത്ത പൊടി വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. നമുക്കിൻ്റെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തരി കാണില്ല ഈ പൊടിയിൽ. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ്. 1 കപ്പ് പൊടിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും. മാവ് കുഴച്ച് വരുമ്പോഴത്തേക്കും കൂടുതൽ ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും കൊഴുക്കട്ട നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമുക്ക് പൊടി 2 വിധത്തിലും കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിലും കൊഴുക്കട്ട ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ പൊടിയെല്ലാം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി കുറച്ച് സമയം മാറ്റി വെക്കണം. കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ശർക്കര ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉരുക്കിയെടുത്ത ശർക്കര ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ചിലപ്പോൾ ചില ശർക്കരയിൽ കല്ലും മണ്ണും എല്ലാം കാണും. അപ്പോൾ എപ്പോഴും നമ്മൾ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഉരുക്കിയെടുത്ത ശർക്കര നീര് വീണ്ടും നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റവിൽ വെച്ച് ഒന്ന് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കണം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കര നീരൊന്ന് തിക്കായി വരണം. ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ശർക്കര നീര് കുറച്ച് തിക്കായി തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമുക്ക് വേണമെങ്കിൽ 1 കപ്പ് തേങ്ങ വരെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതല്ല നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര നീരെല്ലാം ഒന്ന് തേങ്ങയിൽ നന്നായിട്ട് പിടിച്ച് വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഫില്ലിങ്ങിന് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് കശുവണ്ടി കിസ്മിസൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. നെയ്യ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചൂടെല്ലാം ചെറുതായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ചൂടുണ്ട്. ചെറിയ ചൂടോടെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് പൊട്ടിപ്പോകാതെല്ലാം കിട്ടുകയുള്ളൂ. ചൂട് കൂടുതലാണ്, കുഴക്കാൻ പാടാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. കൊഴുക്കട്ടയുടെ മാവ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ടും പൊട്ടിപ്പോകാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കൊഴുക്കട്ട പൊട്ടി അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ കൊഴുക്കട്ടയുടെ മാവ് ഈ കാണുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള മാവ് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം.
ഈ ഉരുട്ടിയെടുത്ത മാവ് ഇതുപോലെ കയ്യിൽ വെച്ച് നല്ല നൈസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇനി പരത്തിയെടുത്ത മാവിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോഴത്തേക്കും കൂടുതലായി പോകരുത്. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ബാക്കിയുള്ള കൊഴുക്കട്ടയും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉരുട്ടിയെടുത്ത ഉണ്ടയുടെ നടുക്ക് വിരൽ വെച്ച് ഇതുപോലെ കുഴി പോലെ ആക്കി അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് വീണ്ടും അത് ഇതുപോലെ മൂടി കൊഴുക്കട്ട ഉണ്ടാക്കാം. ഈ ഓശാന സമയത്തെല്ലാം ഇപ്പം നമ്മുടെ എറണാകുളം കൊച്ചിയിലെല്ലാം കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഈ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കൊഴുക്കട്ടയെല്ലാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ നമുക്കൊരു 8 കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കൊഴുക്കട്ട നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ടേൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കൊഴുക്കട്ട എല്ലാം സ്റ്റീമറിൽ വെച്ചതിന് ശേഷം നമുക്കിത് മൂടി 8 മിനിറ്റ് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. കൊഴുക്കട്ട സ്റ്റീമറിൽ വെച്ചിട്ട് 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ കൊഴുക്കട്ടയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. സ്വല്പം തണുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു കൊഴുക്കട്ട പോലും ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.